UDF വന്നാൽ അവർ തരാന്ന് പറഞ്ഞ 5 ഉറപ്പുകളുണ്ട്. അത് തന്നെയാണ് ഈ UDF നോട്ട് ചെയ്യേണ്ട മെയിൻ കാരണം. പിന്നെ ഷബ്ബിനാനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്. അതുപോലെ പൊളിറ്റിക്കൽ നിലപാടിൽ അത്രയും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ചാരി ചന്ദ്രശേഖരൻ എന്ന ഒരാളെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു എതിർപ്പുമില്ല. വ്യക്തിപരമായിട്ട് പുള്ളി എന്നെക്കാളും ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പം ഞാൻ ഒരു മുതിർന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അത്രയും റെസ്പെക്ട് ആണ്. പുള്ളിയുടെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. അല്ലാതെ പുള്ളിയുമായിട്ടൊരു വ്യക്തിപരമായിട്ട് ഒരു വിധത്തിലുള്ള ഒരു ദേശീയ ഒരു ഉദ്ദേശവും എനിക്ക് പുള്ളിയെടുത്തില്ല. നമസ്കാരം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ശക്തമായിക്കൊണ്ടിരിക്കുന്നു, പ്രചാരണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ മണ്ഡലത്തിലും ആര് എന്നുള്ള ചോദ്യം, അതുമായി ബന്ധപ്പെട്ടാണ് മലയാളി വാർത്ത ഇപ്പോൾ ഇവിടെ നേമത്ത് എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ഓരോരുത്തരും ഇങ്ങനെ പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പറയുകയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന്. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നതിന് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് പോയപ്പോൾ ചില വിദ്യാർത്ഥികളോട് ആര് ജയിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആരാ മത്സരിക്കുന്നത് പോലും അവർക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും താങ്കളോട് ആ ചോദ്യം തന്നെ പറഞ്ഞു തുടങ്ങുകയാണ്. ആരാണ് നേമത്ത് വിജയിക്കാൻ സാധ്യത? ശബരിനാഥ് തന്നെ ആയിരിക്കും ജയിക്കാൻ സാധ്യത അല്ലാതെ ഉറപ്പാണ് ശബരിനാഥ് തന്നെയാണ്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 വർഷം ഇവിടെ ഭരിച്ചത് LDFന്റെ കാലങ്ങൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. കാരണം വെച്ചാൽ അവർ കാരണം അവരെ ഹെൽത്ത് സെക്ടറിലുള്ള ഇത്രയും നല്ലത് മീൻസ് ഈ 10 വർഷം കൊണ്ട് ഹെൽത്ത് സെക്ടറിൽ ഒരു മാറ്റം പോലും ഉണ്ടായിട്ടില്ല. കാരണം കോൺഗ്രസ് ഭരിച്ച കാലത്തുള്ള ആ സാധനം തന്നെ അവർക്ക് നേരെ കൊണ്ടുപോകാൻ പോലും പറ്റിയിട്ടില്ല. പുതിയൊരു സംഭവം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് കാര്യം അത് കഴിഞ്ഞിട്ട് ഉള്ള മെഡിക്കൽ കോളേജസ് പോലും നേരെ കൊണ്ടുപോകാൻ പോലും പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം തീ പിടിച്ചായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം. അപ്പൊ അതിന്റെ ഇഷ്യൂസ് കാരണം അവർക്കൊരു ഉള്ള സാധനം പോലും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഈ 10 വർഷം കൊണ്ട് അവരിപ്പോ ഒരു സംഭവം ഇപ്പം നിങ്ങൾ പറയും, ഇപ്പൊ ഒരാൾ പറയും എനിക്ക് പെൻഷൻ തരണുണ്ടെന്ന് പറയും. പെൻഷൻ തന്ന് അല്ലെങ്കിൽ ഒരു റോഡ് നന്നാക്കി ഈ 2 സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ റൈറ്റ് ആണ്, അവർ ചെയ്യണം. അല്ലാതെ അവര് ഇത് കൊണ്ടുവന്നു അവർക്ക് വോട്ട് ചെയ്യണം അങ്ങനെയല്ല. അത് അവരുടെ റൈറ്റ് ആണ്. ഒരു റോഡ് നന്നാക്കുന്നു അല്ലെങ്കിൽ പെൻഷൻ തരുന്നു പറഞ്ഞാൽ ഇത് റൈറ്റ് ആണ്, അവർ തരണമെന്നുള്ളത്. പുതിയതായിട്ട് എന്ത് കൊണ്ടുവരുന്നു, പുതിയൊരു സാധനം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഏരിയ ഇപ്പൊ നിയമമണ്ഡലത്ത് പുതിയ എന്ത് സാധനം അവർ ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ശബരിനാഥ് വരികയാണെങ്കിൽ എന്ത് മാറ്റാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് ആവശ്യം? നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്താണ് ഒരു ആവശ്യമായിട്ട് വരുന്നത്? എന്നെ സംബന്ധിച്ച് ഇപ്പം നമുക്കിപ്പോ UDF വന്നാൽ അവര് തരാന്ന് പറഞ്ഞ 5 ഉറപ്പുകളുണ്ട്. അത് തന്നെയാണ് ഈ UDF നോട്ട് ചെയ്യേണ്ട മെയിൻ കാരണം. ഈ ഉറപ്പെന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നൽകുന്നതാണല്ലോ. അപ്പൊ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതിന്റെ അതിന് ഏറ്റവും എക്സാമ്പിളാണ് ഈ കോൺഗ്രസ് ഭരിച്ചെടുത്തുള്ള ബാക്കി സ്റ്റേറ്റുകൾ എടുത്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും അവർ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിച്ചിട്ടുണ്ടോ ഇല്ലേ. അത് മാത്രം മതി, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് മാത്രം മതി കോൺഗ്രസിനെ വോട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ ഷബ്ബിനാനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്. അതുപോലെ പൊളിറ്റിക്കൽ നിലപാടിൽ അത്രയും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പുള്ളി. അപ്പോഴേക്കും അത്രയും നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്റെ മണ്ഡലം കാട്ടാക്കടയാണെങ്കിലും പുള്ളി അറിയാം. നമ്മളിപ്പോ വന്നത് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണല്ലോ. അതായത് വിദ്യാർത്ഥികൾക്കിടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന ഒരു നേതാവ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ആണ്. അത്തരത്തിൽ അങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ പോലും ഈ ശബരിനാഥിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അയ്യോ, അതിനെപ്പറ്റി ഞാൻ ഒരിക്കലും ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരാളെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു എതിർപ്പുമില്ല. വ്യക്തിപരമായിട്ട് പുള്ളി എന്നെക്കാളും ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ മുതിർന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അത്രയും റെസ്പെക്ട് ആണ്. പുള്ളിയുടെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. അല്ലാതെ പുള്ളിയുമായിട്ടൊരു വ്യക്തിപരമായിട്ട് ഒരു വിധത്തിലുള്ള ഒരു ദേശീയ ഒരു ഉദ്ദേശവും എനിക്ക് പുള്ളിയെടുത്തില്ല. അത്രയും റെസ്പെക്ട് ഉള്ളതാണ് എല്ലാവരും. എന്നെക്കാൾ മുതിർന്ന ഒരാളാണ്. അപ്പൊ അത്ര റെസ്പെക്ട് തന്നെ ഉള്ളൂ. പുള്ളിയുടെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് പറഞ്ഞത്. അല്ലാതെ പുള്ളിയെ ഡീഗ്രേഡ് ചെയ്തു, പുള്ളിയുടെ പാർട്ടി ഇത് ചെയ്തെന്നല്ല പറഞ്ഞ. പാർട്ടിയുണ്ട് മീൻസ് പാർട്ടിയുടെ ഐഡിയോളജിക്കുള്ള കുഴപ്പം കൊണ്ടാണല്ലോ പറഞ്ഞത്. പുള്ളിയുമായിട്ട് ഒരു സംഭവമില്ല, അല്ലാതെ പറഞ്ഞതല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശബരിനാഥിനെ പറ്റി പറഞ്ഞത്. ശബരിനാഥ് പുള്ളി ജയിക്കാനാണ് സാധ്യത. ഈ അദ്ദേഹം വരുമ്പോ ഈ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതാണല്ലോ. അതൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, ഇപ്പൊ നമ്മളെ കറന്റ് സിറ്റിസൺസ് ഇപ്പം യൂത്ത് പുറത്തു പോകുന്നതിന്റെ മെയിൻ കാരണം ഇവിടുത്തെ കറന്റ് ജോലിയില്ല. അതിനിപ്പോ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മളെ LDF ഗവൺമെന്റ് പിൻവാതിൽ നിയമനം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കറിയാവുന്നുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രിയമുള്ള ആളുകൾക്ക് അവര് ഒരു PSC ലിസ്റ്റിലുള്ള എത്രയും പേർക്ക് ജോലിയില്ല. സെക്രട്ടറിയിൽ എത്രയും പേര് പ്രതിഷേധം ചെയ്ത് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ദുബായിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പൈസക്ക് ജോലി കിട്ടിയാൽ അവർ പോണത്. അപ്പോഴീ കറക്റ്റ് ആയിട്ടുള്ള ഒരു വെൽ പ്രൊസീജിയർ ആയിട്ടുള്ള ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു
ഒരു മീൻസ് നമുക്കൊരു ജോലി മീൻസ് ഒരാൾ ആപ്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊസീജിയർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു യൂത്തും പുറത്തു പോകില്ല. കാരണം അവർക്ക് എക്സാം എഴുതി ആ എക്സാമിന് ജോലി കിട്ടും, അവർക്ക് ഉറപ്പുണ്ട്, അവർക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവർ പുറത്തു പോകില്ല. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താണ് ചെയ്യണം? പാർട്ടിക്ക് പ്രിയമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ കയറ്റി വിടും. അപ്പം പാർട്ടിയിലുള്ള മീൻസ് അപ്പോഴേക്കും ബാക്കി ഒരാൾക്ക് ഇപ്പം ആ ജോലിക്ക് അർഹനായ ഒരാൾക്ക് അവിടെ ജോലി സാധ്യത നഷ്ടപ്പെടും. അപ്പം അവരെ ആത്മവിശ്വാസം പോകും. അങ്ങനെയാണ് അവർ പുറത്തു പോകുന്നത്. അപ്പൊ നമ്മളിപ്പോഴ് ഒരു പുതിയൊരു സ്ഥാനാർത്ഥി അവിടെ വയ്ക്കുന്നതിലൂടെ അതൊക്കെ മാറ്റി ഒരു പുതിയൊരു മീൻസ് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ? ഇനിയിപ്പോ ആ ഒരു പ്രശ്നം കൊണ്ടാണോ പുറത്തു പോകുന്നത് എന്ന് തോന്നുന്നുണ്ടോ? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടത് 9ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു കൊടുത്തത്. അത് ഏത് ജില്ലയിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെ ശിവൻകുട്ടിയാണ് ഇവിടെ നേതൃത്വം നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്കാരന് ഇത്ര എനിക്ക് പറയാനുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാണല്ലോ. അപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഗവൺമെന്റ് സ്കൂളില് ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലായിടത്തും എത്തണമെന്നുള്ള ഭയങ്കര ഉത്തരവാദിത്തമുള്ള കാര്യം അതുപോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. 9ാം ക്ലാസ് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പോകണോ. അപ്പൊ അവർക്ക് അത്രയും അപ്പൊ അവിടുത്തെ ആ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞു കൊടുത്തു, അവരെഴുതി. അപ്പൊ അവരെങ്ങനെയായിരിക്കും ആ ഒരു എക്സാമിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക? ചിലപ്പോൾ ഒരു ഫുൾ മാർക്കിന് വേണ്ടി പഠിച്ച ഒരു കുട്ടിയാണ്, ഒരു കുട്ടിയെങ്കിലും കാണും. അപ്പൊ ആ കുട്ടിക്ക് എങ്ങനെയായിരിക്കും ആ ഫുൾ മാർക്ക് കിട്ടാൻ ആ പുള്ളി ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് പറഞ്ഞു തരുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എഴുതുമ്പോഴും രണ്ടും വ്യത്യാസമുള്ള കാര്യമാണ്. അപ്പോഴേക്കും ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് നമ്മളെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ചേഞ്ച് വേണം. ഈ 10 വർഷം ഭരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു ചേഞ്ച് വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് UDF ഗവൺമെന്റ് വരണം, അധികാരത്തിൽ വരണം. അതുകൊണ്ട് ശബരിനാഥ് തന്നെ ജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന ഭരണമാറ്റം രീതികൾ അതിലൊക്കെ തന്നെ പ്രതീക്ഷയുമായിട്ട് വിദ്യാർത്ഥികളും രംഗത്തുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.